ഹലോ പുഞ്ചിക്കാണേ. അപ്പം നമുക്ക് വീഡിയോയിലാണ്. ഇന്നലെ എൻ്റെ വീടിനോട് ഗംഭീര മഴയായിരുന്നു. ആ മഴ കാരണം വീട്ടിലത്തെ നേരെ വഴിക്ക് കണ്ട മഴ കാരണം ബസ് സ്റ്റോപ്പിൻ്റെ അടിയിലിരിക്കുന്ന നായക്കുട്ടീനെ കണ്ട. ഇന്ന് രാവിലെ എൻ്റെ ബൈക്ക് കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുത്തു. എന്നിട്ട് ഞാൻ വീട്ടിൽ വരാനായിട്ട് ഞാൻ ഈ ചേട്ടനെ വിളിച്ചു. അപ്പോൾ ഈ ചേട്ടൻ്റെ ബൈക്ക് വഴിയിൽ വെച്ച് കംപ്ലൈൻ്റ് ആയിട്ട് ഈ ചേട്ടനെ വിളിച്ചു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി പോയി ഞാൻ എങ്ങനെയോ വീട്ടിലെത്തി. വർക്ക്ഷോപ്പിൽ നിന്ന് പണി കഴിഞ്ഞ് ഇറക്കിയ വശം വണ്ടിക്ക് പഞ്ചർ കിട്ടിയിട്ടാണ്. നേരെ സജ്ജാനോടേക്ക് പോയി പഞ്ചർ അടച്ചു. എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകണം. വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴി ഞങ്ങളുടെ അംഗനവാടിയിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് കയറി എന്താ പരിപാടി നോക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒട്ടുമിക്ക ആൾക്കാരുണ്ടാകും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ 5 തീയതി പരിസ്ഥിതി ദിനമാണല്ലോ. അതിന് മുന്നോടിയായിട്ട് തൈകൾ കൊടുക്കുന്ന പരിപാടിയാണ്. പ്രമുഖരായ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറേ പേര് പ്രസംഗിക്കാനും പരിസ്ഥിതിനെ കുറിച്ചിട്ടും തൈകൾ നടന്നതിനെ കുറിച്ചിട്ട് ചെറിയ ക്ലാസ്സൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ നേരെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അടിയന്തരത്തിന് സദ്യ കൊണ്ടിട്ട് നേരെ ഞാൻ ജോലിക്കാൻ വിട്ടു. ഉച്ചയാകുമ്പോഴാണ് ഞാൻ ജോലിക്ക് പോയത്. അങ്ങനെ നേരെ മെഡിക്കൽ കോളേജിൽ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു. കാരണം ശ്രീധരൻ്റെ അടുത്ത് 2 തണുത്ത സോഡാസൊറത്തം കുടിച്ചു. അതിനിടയിൽ കൂട്ടുകാരൻ വന്നു. അവൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിലായിരുന്നു. ഞങ്ങളൊപ്പം വർത്താനം പറഞ്ഞ ശ്രീധരേട്ടന് വന്നു ബസ് സ്റ്റോപ്പിക്ക്. സമയം പോകണമെന്ന് അറിഞ്ഞില്ല കേട്ടാ. 4 മണി. ഞാൻ കളിക്കാൻ പോകണം അവിടെ നിന്ന്. വെക്കേഷനായ കാരണം പിള്ളേർക്ക് കുറവൊന്നുമില്ല. നിറച്ച് പിള്ളേരനാണ് ഒന്ന് കളിക്കാൻ. ഞാൻ ബോളിങ്ങിനാണ് പിടിച്ചേട്ടാ. ഞാൻ കാരണം എതിർ ടീം ജയിക്കുകയും ചെയ്തു. പരമ്പര അവിടെ കൊണ്ടുപോവുകയും ചെയ്തു കേട്ടാ. പള്ളിയിലച്ഛൻ വരെ ഒന്ന് കളി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കളി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു കൊണ്ടാണ്. ഞങ്ങളുടെ കുരിശുപള്ളിയിൽ ഞായറാഴ്ച പെരുന്നാളാണ്. അപ്പോൾ അരങ്ങും കാര്യങ്ങളൊക്കെ കെട്ടണ തിരക്കിലാണ് ആൾക്കാർ. അപ്പോൾ ഞായറാഴ്ച പെരുന്നാളാണ്. ഒരു ദിവസം പോയൊരു പോക്കേ. അപ്പോൾ ശരി കേട്ടാ. വീഡിയോയിൽ കാണാം.